ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താ എന്നത് വലിയൊരു പരിശോധന ആവശ്യമാണ്. ഈ മറ്റ് കെട്ടിടങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സംവിധാനങ്ങളുമുള്ള ഒരു പുതിയ കെട്ടിടമല്ലേ ഈ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. അപ്പോൾ എങ്ങനെ തീപിടുത്തമുണ്ടായി? ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ മറ്റു കാരണങ്ങളാണോ? ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുമായിരിക്കും അല്ലേ? വഴിയൊന്ന് ക്ലിയർ ചെയ്ത് തരണം. ഞങ്ങൾ ഒരു സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ യാതൊരു പ്രോബ്ലവും ഇല്ല. ഒരു രോഗിക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു ജീവനക്കാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഫുൾ പരിശോധിച്ചു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നമ്മുടെ ഇന്റേണൽ വിങ്ങിന്റെയും ക്ലിയറൻസോട് കൂടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അല്ല, ബ്രീഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു വെന്റിലേറ്ററിൽ സ്പാർക്ക് ഉണ്ടായി. ഇപ്പൊ നമുക്ക് തീ കത്തിക്കഴിഞ്ഞ കാര്യം നമുക്ക് പിന്നോട്ട് പോയി സഞ്ചരിക്കാൻ പറ്റില്ല. അത് പരിശോധനയിലൂടെ കണ്ടെത്താൻ പറ്റുള്ളൂ. അത് ഓക്സിജൻ ലീക്കോ ഒന്നും അല്ല, വെന്റിലേറ്ററിൽ നിന്നാണ് ഒരു സ്പാർക്ക് ഉണ്ടായത്. അത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം പറയാൻ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ പ്രൈം ഇമ്പോർട്ടൻസ് ഈ ICUവിൽ നിന്നും ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് അതിന്റെ കണക്കെടുത്തേ പറ്റുള്ളൂ. പക്ഷെ ആസ് ഓഫ് നൗ ഇതിനകത്ത് ആരുമില്ല. ഉള്ളവരെ എല്ലാവരെയും മാറ്റി ദയവ് ചെയ്തൊന്ന് സഹകരിക്കുക. സുരക്ഷിതരാണ്. ഒന്ന് സഹകരിക്കുക പ്ലീസ്. എന്തായാലും ഡോക്ടർമാർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ ആരും കുടുങ്ങിയിട്ടില്ല, എല്ലാവരും സുരക്ഷിതമെന്നാണ്. അവിടുന്ന് തൽക്കാലം എല്ലാവരും മാറി നിൽക്കണമെന്ന് പറയുന്നു. എന്തായാലും ഈ അപകടത്തിൻ്റെ കാരണം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഒരു വെന്റിലേറ്റർ മെഷീന് ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി, അവിടെ നിന്ന് തീ പടർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കാര്യമായ പ്രശ്നമുണ്ടാവില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇത് മെഡിക്കൽ കോളേജിൽ തീപിടുത്തം എന്ന വാർത്ത കേട്ടതോടെ ആശങ്കപ്പെട്ട രീതിയിൽ ആളുകൾ അവിടേക്ക് ഓടിക്കൂടുകയാണ്. എന്തായാലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അരുൺ തുടരുന്നുണ്ട്. അരുൺ, തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിക്കുന്നത് പോലെ വെന്റിലേറ്ററിൽ നിന്ന് പടർന്നു, അങ്ങനെ മനസ്സിലാക്കാം. അതായത് ആ കെട്ടിടത്തിന്റെ കാലപ്പഴക്കമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തീപിടുത്തത്തിന് കാരണമായിട്ടുണ്ടാവില്ല, അങ്ങനെ വേണോ മനസ്സിലാക്കാൻ? യെസ്, വി മുരളീധരൻ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ആളപായമൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കാരണങ്ങളെക്കുറിച്ച് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ സർക്കാർ അടിയന്തരമായിട്ട് സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അരുൺ, ആശങ്കപ്പെട്ട് പലരും അവിടെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിൽ തീപിടുത്തമെന്ന വാർത്ത കേൾക്കുമ്പോൾ രോഗികളുടെ ബന്ധുക്കൾക്കും മറ്റും ഉണ്ടാകുന്ന വലിയൊരു ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല. അത് അധികൃതരും എത്തുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ അക്കാര്യം വ്യക്തമാക്കുന്നു അല്ലേ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തം വെന്റിലേറ്റർ മെഷീനിൽ നിന്നും ഒരു സ്പാർക്ക് ഉണ്ടാവുകയും അങ്ങനെ തീ പടർന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ കെട്ടിടമാണ്, അവിടെ ഇങ്ങനെ തീ പടർന്നു പിടിച്ചു. എവിടെ ഒരു പിഴവ് സംഭവിച്ചു എന്ന കാര്യം എന്തായാലും പരിശോധിക്കപ്പെടും. നിലവിൽ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യവുമില്ല. ആശങ്കയോടെ അവിടെ കൂടിയേക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സ്വാഭാവികമായും തങ്ങളുടെ ബന്ധുക്കളൊക്കെയുള്ള ചികിത്സയിലുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത ആൾക്കാർ പൊതുവിൽ കാട്ടുന്നുണ്ടാവും. എന്തായാലും എല്ലാവരെയും അവിടുത്തെ മാറ്റിയിരിക്കുന്നു എന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കുന്നു. ഡോക്ടർമാരും ആശുപത്രി ബന്ധപ്പെട്ടവരുമൊക്കെ അക്കാര്യം സ്ഥിരീകരിക്കുന്നു. മറ്റ് ആശങ്കയ്ക്കൊരു അടിസ്ഥാനവുമില്ല. എല്ലാ പേഷ്യൻസിനെയും അവിടുന്ന് മാറ്റിക്കഴിഞ്ഞു എന്നതാണ് അധികൃതർ വ്യക്തമാക്കുന്ന കാര്യം. അതുകൊണ്ട് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. എന്തായാലും ഇതെന്തുകൊണ്ടുണ്ടായി എങ്ങനെയെന്നുള്ള കാര്യം പരിശോധിക്കപ്പെടും എന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാനത്തെ ആശുപത്രികളിൽ അടുത്തിടകളിലായി ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ഈ ആകാംക്ഷയോടെയുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അവരെ ആളുകൾ തിങ്ങിക്കൂടുമ്പോൾ ഉള്ള കാരണവും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അരുൺ,
ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് പറയുന്നു. രോഗികൾ പൂർണ്ണമായി മാറ്റപ്പെടുന്നു. താരതമ്യേന ആശുപത്രിയിലെ മറ്റ് കെട്ടിടങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും പുതിയതും കൂടുതൽ സജ്ജീകരണങ്ങളുമുള്ള ഒരു കെട്ടിടമാണല്ലോ അത്. അപ്പോൾ തീ എങ്ങനെ പടർന്നു എന്നത് ഈ വെന്റിലേറ്ററിൻ്റെ ഒരു ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തോ ഒരു കാരണമാവാം അല്ലേ? അത് കാര്യവും പരിശോധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വെന്റിലേറ്ററിൽ നിന്നാണ് ഈ തീ ആദ്യം കണ്ടത്. ഒരു വെന്റിലേറ്ററിൽ നിന്നാണ് തീ കണ്ടത്. അവിടെ ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നൊരു നിഗമനത്തിലാണ്. പക്ഷേ അത് ഒരു ബെഡിലേക്ക് ആ വെന്റിലേറ്ററിൽ നിന്ന് തീ പടർന്നു. അവിടെ നിന്ന് അപ്പോൾ തന്നെ രോഗിയെ മാറ്റി. അതുകൊണ്ട് തന്നെ ആർക്കും കാര്യമായ അപകടം ഉണ്ടായില്ല. മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ സ്വാഭാവികമായും ഓക്സിജൻ ഒരു ലൈനിലൂടെയാണ് വരുന്നത്. ഓക്സിജൻ ഈ തീപിടുത്തം ഉണ്ടാകുന്ന അതിന്റെ പുകയും വിഷാംശങ്ങളും ഒക്കെ അത് കടന്നാതിരിക്കാൻ അപ്പോൾ തന്നെ ആ ഓക്സിജൻ ലൈൻ കട്ട് ചെയ്തു. അതുകൊണ്ടാണ് മറ്റു രോഗികളെ ഉടനെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നത്. അങ്ങനെ പരമാവധി രോഗികളെ അവിടെ നിന്ന് അപ്പോൾ തന്നെ മാറ്റി. ഇപ്പോൾ ഏതാണ്ട് ആ ഫ്ലോർ മുഴുവൻ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അപകടമുണ്ടായില്ല. ഏതായാലും ഈ കെട്ടിടത്തിലുള്ള എല്ലാ രോഗികളെയും ഇവിടെ നിന്ന് മാറ്റുകയാണ്. വിശദമായ പരിശോധനകൾ വേണ്ടിവരും. അത്രയധികം ഗുരുതര സ്വഭാവത്തിലുള്ള രോഗികൾ, ഗുരുതര അവസ്ഥ രോഗികൾ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആളുകളെ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ, മറ്റ് ICUകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായി അങ്ങനെ സ്വാഭാവികമായി അപ്പോൾ ഈ അപകടം പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നായിരിക്കും പ്രതീക്ഷ. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ പോകാം. ICU മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ അവിടെ ആണ് ഫയർ ഉണ്ടായത്. ഒരു വെന്റിലേറ്ററാണ് കത്തിയത്. വെന്റിലേറ്റർ അടുത്ത് ഓക്സിജൻ അതും കൂടെ ഉണ്ടായിരുന്ന ഫയർ നല്ല വലിയ ഫയറായി മാറി. വലിയ ഫയറായിരുന്നു അത്. അടക്കം കുറേ സമയം അല്ല, എക്സ്റ്റിങ്വിഷ് അവിടെ തന്നെ പ്രൈമറി ആയിട്ട് അവർ എക്സ്റ്റിങ്വിഷ് നടച്ചായിരുന്നു. ഇവാക്യുവേഷൻ ആയിരുന്നു ഒരു മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. 33 പേരുണ്ടായിരുന്നു. 33 പേരെ സേഫായിട്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റി. ICUവിനകത്തുണ്ടായിരുന്നു 33 പേരെ സേഫായിട്ട് മാറ്റി. ബെഡിലല്ല, വെന്റിലേറ്റർ മാത്രമേ കത്തിയിട്ടുള്ളൂ. വെന്റിലേറ്റർ മാത്രമാണ് കത്തിയിട്ടുള്ളത്. ഇല്ല, എക്സ്റ്റിങ്വിഷർ ഉണ്ടായിരുന്നു. ട്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിങ്വിഷർ ഉപയോഗിച്ചാണ്. ഫയർഫോഴ്സ് വരുന്നതിന് മുന്നേ അവർ എക്സ്റ്റിങ്വിഷർ പ്രവർത്തിച്ചായിരുന്നു. ആ ഫ്ലോറല്ല, ആ ഒരു യൂണിറ്റ് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഒഴിപ്പിച്ചു. ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്രേ ഉള്ളൂ. ആ 2 ICU ഉണ്ട്. സർജിക്കൽ ICUവും ഇപ്പുറത്തെ ICU. ആ 2 ICUവിലുള്ള ആൾക്കാരെ ഫുള്ള് മാറ്റിയായിരുന്നു. ഒന്നുമില്ല. ടെക്നിക്കൽ ടീമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമിക ഇവാക്യുവേഷൻ. നമ്മുടെ പ്രവർത്തനം അതായിരുന്നു. അവർ കെടുത്തിയായിരുന്നു. അപ്പം അതാണ് ചെങ്കച്ചൂളി 2 യൂണിറ്റ്, ചാക്കേന്ന് 1 യൂണിറ്റ്. ഇതാണ് രക്ഷാപ്രവർത്തനത്തിന്റെ കൃത്യമായ ഒരു വിവരം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. ചാക്കയിൽ നിന്ന് 1 യൂണിറ്റും അതുപോലെ തന്നെ ചെങ്കച്ചുള്ളി 2 യൂണിറ്റും ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. പക്ഷെ അതിനു മുമ്പ് തന്നെ അകത്തുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂണിറ്റ് വെച്ച് തീ അണച്ചിരുന്നു. തീ ബെഡുകളിലേക്ക്, നേരത്തെ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ ലഭിച്ച വിവരങ്ങളൊക്കെ കുറച്ച് കൂടി വ്യക്തത വരേണ്ടതുണ്ട്. അവിടെ തീ ബെഡുകളിലേക്ക് പടർന്നിട്ടില്ല. മേയർ അടക്കമുള്ളവർ പറഞ്ഞ ഒരു ബെഡിൽ തീ പിടിച്ചു എന്ന്. പക്ഷേ അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ബെഡിലേക്ക് തീ പടർന്നിട്ടില്ല. ഒരു വെന്റിലേറ്റർ യൂണിറ്റ് മാത്രമാണ് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.